ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് ഹിസ്റ്ററി പഠിപ്പിക്കാൻ പോവാണ്. ഓൾ കം ടു ദ ക്ലാസ്സസ് സ്റ്റുഡൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് വിയന്നയിൽ ഒരു വളരെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പാലസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് വിയന്നയിലെ ഷോൺബ്രോൺ പാലസ് എന്ന് പറയുന്നത്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരാണ് ഷോൺബ്രോൺ പാലസ്. ഓക്കെ, അപ്പോൾ വെളിയിലാണ് ഈ ഒരു ഇത് കാണുന്നത് നമ്മൾ. ആൻഡ് അവിടെ കുതിര കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ വേണമെങ്കിൽ രണ്ട് രീതിയിൽ വെളിയിൽ കറങ്ങാൻ നമുക്ക് പോവാം. അതിൽ നമ്മൾ എടുത്തത് കുതിര സവാരിയാണ്. ആൻഡ് അവരും നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തരും. ആൻഡ് ട്രെയിനും ഉണ്ട്. ട്രെയിനിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോഴ്സ് റൈഡിംഗ് ആണ് കുറച്ചും കൂടി നമുക്ക് സ്ലോ ആയിട്ട് പോവുകയും ചെയ്യും. പ്ലസ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ആ കുതിര ഓടിക്കുന്ന ആൾ തന്നെ നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പാലസിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സംഭവങ്ങളാണ് അവർ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വിച്ച് ഇസ് ഇംപോസിബിൾ ടു നടന്ന് കാണൽ. ഓക്കെ, ആൾക്കാർ നടന്ന് കാണുന്നുണ്ട്, പക്ഷേ 3-4 ദിവസം എടുത്തിട്ടാണ് നടന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 30 മിനിറ്റിൻ്റെ എന്താണ് പറയുക ഹോഴ്സ് റൈഡാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോവാം. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോളൂ. പ്ലസ് ഞാൻ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് 14th സെഞ്ച്വറിയിൽ കാറ്റേഴ്സ്ബർഗ് എന്ന എസ്റ്റേറ്റ് ആയിരുന്നു ഇത് ആദ്യം. ഓക്കെ, ഇത് 15th സെഞ്ച്വറിയിൽ മാക്സ്മിലൻ ടു എന്ന് പറയുന്ന എംപററാണ് ഈ എസ്റ്റേറ്റിനെ ഏറ്റെടുത്തത്. ആൻഡ് കുറേ കാര്യങ്ങൾ അതിൽ മൂപ്പരെ ആഡാക്കി. ഇതിൽ വേൾഡിലെ ഫസ്റ്റ് സൂ ഇവിടെയായിരുന്നു അത്രേ. ഓക്കെ, വേൾഡിലെ ഫസ്റ്റ് സൂ ഇവിടെയായിരുന്നു. പിന്നെ 16th സെഞ്ച്വറിയിൽ ഓസ്ട്രിയൻ എംപറർ ആയിരുന്ന ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ആളുടെ ആ എംപററുടെ വിഡോ, അതായത് വിധവയ്ക്ക് വേണ്ടിയിട്ട് എലനോറ എന്ന് പറയുന്ന ആ ഒരു വിധവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിഡോ റെസിഡൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ഈ വിഡോ റെസിഡൻസ് എന്ന രീതിയിലാണ് ഈ പാലസിനെ ആക്കിയത് അവർ. അപ്പോൾ അതിന് ശേഷമാണ് ഇതിനെ ഷോൺബ്രോൺ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ വിഡോ റെസിഡൻസ് ഷോൺബ്രോൺ പാലസ് ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തു. അതൊരു വിഡോ റെസിഡൻസ് ആയിരുന്നു. ഓക്കെ, പിന്നെ കുറേ കാലങ്ങളായിട്ട് അത് അവരുടെ റെസിഡൻസ് ആയിട്ട് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെവലപ്മെൻറ്റും ഇതൊക്കെ വന്നിട്ട് ചെയ്തത് ഒരു മറിയ തെരേസ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്വീൻ ആയിരുന്നു. ഇതിൽ 1400 റൂംസ് ഉണ്ട്. ഈ ഒരു പാലസിൽ 1400 റൂംസ് ഉണ്ട്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന അയേൺ ലേഡി ആയിട്ടാണ് ഈ മറിയ തെരേസ എന്ന് പറയുന്ന ഹംഗേറിയൻ ക്വീനിനെ അറിയപ്പെടുന്നത്. അവർ ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം ആൻഡ് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്നറിയോ? മറിയ തെരേസ എന്ന് പറയുന്ന അവരാണ് സമ്മൽവേസ് യൂണിവേഴ്സിറ്റി, നമ്മുടെ മുന്നേ പഠിക്കുന്ന സമ്മൽവേസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത് തന്നെ. ഓക്കെ, ഫസ്റ്റ് ഈ സമ്മൽവേസ് യൂണിവേഴ്സിറ്റി എന്ന പേരിലായിരുന്നില്ല ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. മറിയ തെരേസ തുടങ്ങുന്ന സമയത്ത് സമ്മൽവേസ് യൂണിവേഴ്സിറ്റി എന്ന പേരിലായിരുന്നില്ല അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് പകരം അതിന് വേറൊരു പേരായിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടർ സമ്മൽവേസിൻ്റെ പേരിൽ ഹംഗേറിയൻ ഗവൺമെൻറ് അതിനെ പിന്നീട് മാറ്റിക്കൊടുക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ പോവാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ തരും. ആ മെഷീനിൽ ഓരോ സ്ഥലത്തും ഓരോ നമ്പറുണ്ട്. ആ നമ്പറിൽ ആ ഫോൺ പോലത്തെ സാധനം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയെക്കുറിച്ചിട്ട് അവർ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തരും. ഓക്കെ, ഇതാണ് ചാപ്പൽ അവിടുത്തെ. 1400 റൂംസും ഒന്നും അവർ കാണിച്ചു തരുന്നില്ല. പക്ഷേ നമുക്ക്, അതായത് ഗസ്റ്റിനൊക്കെ എത്രമാത്രം വിസിറ്റേഴ്സിന് അവർ റൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത്രമാത്രം നമ്മളെല്ലാം കണ്ടു. ഓക്കെ, ഇത് അവരുടെ കളിക്കാനുള്ള ബില്ലിയേർഡ്സും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഓരോ റൂംസിനും ഓരോ പ്രത്യേകത. ഓരോ റൂംസിന്, അതായത് ആ എംപറർ ഇരുന്ന് എഴുതിയത്, ആ എംപറർ അവിടെയാണ് ഇരുന്നിട്ട് ലീഗൽ ചർച്ചകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ പണ്ടത്തെ
റൂമിൻ്റെ ഉണ്ടായിരുന്ന ടോയ്ലറ്റ്സ്, അതേമാതിരി തന്നെ ലേഡീസിന് റൂംസിൽ ഉണ്ടായിരുന്ന വെയിങ് മെഷീൻ. നോക്കൂ, അപ്പോഴും അവർ വെയിറ്റ് വാച്ചിങ് എന്നുള്ളത് ഭയങ്കരമാണ് ലേഡീസിന് ആ സമയത്ത്. എന്താണ് അവരുടെ റൂമാണിത്. ഓക്കെ, അപ്പോൾ ഈ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മരിയ തെരേസ എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ ഫാമിലി ലൈഫ് വലിയ സുഖമൊന്നും ആയിരുന്നില്ല. ബിക്കോസ് അവർ 6 months തന്നെ അവരുടെ ഭർത്താവിനെ വിട്ടു പിരിഞ്ഞു. അതാ പറഞ്ഞ ഷീസ് ഭയങ്കര അയേൺ ലേഡി ആയിരുന്നു അവർ. അപ്പോൾ അവർ എന്താണ് പറയുക, ഭയങ്കര വെയിറ്റ് വാച്ചിങ് ആയിരുന്നു അത്ര. എത്രയോ മാസങ്ങൾ അവരുടെ വെയിറ്റിന് വേണ്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കാതെ പോലും ഇരുന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്താണ് പറയുക, ഓരോ റൂംസിനും ഓരോ പ്രത്യേകതയാണ്. അവരുടെ ബെഡ്റൂംസിന് തൊട്ടിട്ട് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു റൂംസാണ്. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ വാള് മുഴുവൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സിൽക്ക് മെറ്റീരിയലിലാണ്. ഓക്കെ, ഈ മെറ്റീരിയലൊക്കെ നമുക്ക് ആദ്യം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് തൊടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും സാമ്പിൾ. അത് നമുക്ക് ഫീൽ ചെയ്തിട്ട് വരാം. അതേമാതിരി തന്നെ അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സ്ഥലത്തെ കൊട്ടാരങ്ങളും രാജവംശത്തിൻ്റെ ഇതൊക്കെ കാണുന്ന സമയത്ത് അത് വേറൊരു രീതി, ഇതെന്ന് പറയണത് വേറൊരു രീതി. അത്രമാത്രം എടുത്ത് കണ്ടാൽ മതി. ഇതിപ്പോൾ എന്താണ് കൊല്ലങ്കോട് കൊട്ടാരവും ബാക്കിയുള്ള തിരുവനന്തപുരം ഉള്ള കൊട്ടാരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലുണ്ടല്ലോ എന്ന് നമുക്ക് അവിടെ പോയാൽ നമ്മൾ കണ്ടവർക്ക് തോന്നും. പക്ഷേ ഇതും ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക, ചരിത്രപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അവരുടെ ബാലെ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഗ്യാതറിങ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആൾക്കാർ ഫുള്ളായിട്ട് കൂടുന്നതും അവിടെ ബാലെ ഡാൻസിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഹാളാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സോ ബിഗ്. കാണുന്ന പോലെയല്ല, ശരിക്കും നല്ല വലിയ ഒരു ഇതായിരുന്നു. ആൻഡ് അതിൻ്റെ വർക്ക്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ടൈൽസ് എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഇത് തന്നെയായിരുന്നു. ഷാൻഡിലിയേഴ്സ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓരോ സ്ഥലത്തും ലൈക്ക് എന്താ പറയുക 15-20 minutes പറയാനുള്ള ലെക്ചേഴ്സാണ് നമ്മുടെ കാതിൽ അവർ ആ ഫോണിൽ കൂടെ പറയുന്നുണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ഒരു 20% മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ അതിലത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ഓരോരുത്തരുടെ ഫോട്ടോസും അതേമാതിരി തന്നെ പ്രത്യേകിച്ചിട്ട് ഈ ഒരു റൂമിനെ അവർ പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള റൂമാണ്. എന്താ കാര്യം വെച്ചാൽ ഇതിൻ്റെ വാൾസും ഇതിൻ്റെ ഫ്ലോറും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് റോസ് വുഡ് കൊണ്ടാണ്. ഓക്കെ, ഫുൾ റോസ് വുഡാണ്. ആ വന്നിരിക്കുന്ന ഗോൾഡൻ ഇതുണ്ടല്ലോ, ആ പെയിൻറ്റ് മുഴുവൻ ഗോൾഡിൽ ആണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോസ്റ്റ്ലി റൂം ഇൻ ദ ഹോൾ പാലസ്. അങ്ങനെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഈ സംസാരിച്ച മരിയ തെരേസ എന്ന് പറഞ്ഞില്ലേ, അവരാണിത്. അവരുടെ ബെഡ്റൂമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ബെഡ്റൂം കാണുന്നതോട് കൂടിയിട്ട് പിന്നെ നമ്മൾ അവരുടെ ഗാലറിയിലേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് റൂംസ് മാത്രമേ വിസിറ്റേഴ്സിന് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ നമ്മൾ കണ്ടു തീർത്തു. വിയന്ന ഇതോടുകൂടിയിട്ട് നമ്മൾ നിർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടായിരുന്നു കാണാൻ. ഇറങ്ങി നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു, ഫോട്ടോസ് എടുത്തു എന്നല്ലാതെ മെയിനായിട്ടുള്ള വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിസിറ്റ് ചെയ്തു. പിന്നെ നാളെ മുതൽ മനുവിന് യൂണിവേഴ്സിറ്റിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് അന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ നമ്മൾ ഹംഗേരിയിലേക്ക് തിരിച്ചു വരികയാണ്.